എൻ്റെ പേര് മിനി. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അച്ഛനെ കാണുകയും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാം, കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ നേർച്ച നേർന്ന് 2024 ഒക്ടോബർ മാസത്തിലെ ഉരുൾ നേർച്ചയിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി. മിനി മാങ്ങോട്. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 5 വർഷമായി മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്കറിയാം. കഴിഞ്ഞ വർഷത്തെ ഉരുൾ നേർച്ചയുടെ 3 നിയോഗങ്ങളിലൊന്ന് സന്താന സൗഭാഗ്യം ലഭിക്കുക എന്നതായിരുന്നു. കർത്താവ് കുഞ്ഞിനെ നൽകി. അത് നേരത്തെ തന്നെ നേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഈ വർഷം ഇതാ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് മുൻപ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നേർന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞിനെയുമായിട്ട് അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിട്ട് പൊതുവായിട്ട് അച്ഛൻ അനുവദിച്ചിട്ടുള്ള 2 സാക്ഷ്യങ്ങളൊന്ന് സന്താന സൗഭാഗ്യത്തിൻ്റെ സാക്ഷ്യവും മറ്റൊന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളോടുകൂടെ അൾത്താരയിൽ വന്ന് നിന്ന് പറയാവുന്നതാണ്. എൻ്റെ പേര് ജെസ്സി. പുലിക്കുരുമ്പയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ 93 വയസ്സായ അമ്മ വീണ് തുടയെല്ല് പൊട്ടി തെന്നിമാറി ഉടനെ ഒരു മേജർ സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ കൺസൾട്ട് ചെയ്ത 2 ആശുപത്രിയിലെയും ഡോക്ടേഴ്സ് ഇതുതന്നെയാണ് നിർദ്ദേശിച്ചത്. അമ്മച്ചി സ്ഥിരമായി അപസ്മാരത്തിനുള്ള മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അനസ്തേഷ്യ കൊടുക്കുന്നത് റിസ്ക്കാണ്. സർജറി അല്ലാതെ ഇതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ റാപ്സൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം യാചിച്ചു. ഇവിടെ സാക്ഷ്യം രേഖപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു പ്രാർത്ഥിച്ചു. സർജറി വിജയകരമായി പൂർത്തിയായി. ഈ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച കർമ്മല മാതാവിനും 1000 നന്ദി. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് മിനി. ഞാൻ ആലക്കോടിനടുത്തുള്ള നെല്ലിപ്പാറയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ നിർമ്മലിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ സ്റ്റുഡൻറ്റ് വിസയിൽ UK പോയി പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി. 2 വർഷത്തെ സ്റ്റേ ബാക്കും കഴിഞ്ഞു. അവിടെ സ്ഥിരമായി നിൽക്കുന്നതിന് വേണ്ടി ഒരു സ്പോൺസേഡ് വിസയ്ക്ക് ട്രൈ ചെയ്തിട്ട് വിസ കിട്ടുന്നില്ലായിരുന്നു. ഈ മെയ് മാസം അവൻ്റെ വിസയുടെ കാലാവധി കഴിയുമായിരുന്നു. വിസ ലഭിക്കുന്നതിനായി ഇവിടെ പ്രാർത്ഥിച്ച് സാക്ഷ്യം രേഖപ്പെടുത്താമെന്ന് ഞാൻ നേർന്നു. ഈ ഏപ്രിൽ മാസം വിസ ലഭിക്കുകയും കഴിഞ്ഞ തിങ്കളാഴ്ച 28/4/2025 ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എൻ്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ച കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് ലുസി ജോർജ്, പയ്യാവൂർ. ഞാൻ 2024 ഏപ്രിൽ മാസത്തിൽ ആവിലയിൽ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ 2ാമത്തെ മകൾ UK അവിടെ എനിക്ക് പോകുവാനും അവളുടെ മോളുടെ പിറന്നാൾ ആകുമ്പോഴേക്കും അവിടെ അവൾക്കൊരു വീട് വാങ്ങുവാനും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കവിടെ പോകാൻ സാധിക്കുകയും സ്വന്തമായി മകൾക്ക് വീട് വാങ്ങാൻ സാധിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ജോസഫ്. ഞാൻ വരുന്നത് ഉളിക്കൽ നിന്നാണ്. എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നടുവേദനയായിരുന്നു.
ഞാൻ മുട്ടിലിഴുകയും ബന്ധിതനായ ഈശോയോട് എൻ്റെ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അമ്മയുടെ നടുവേദന മാറി. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ കർമ്മല മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ നടുവേദനയെ സമർപ്പിച്ച് മകൻ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു. കൈയടിച്ച് നന്ദി പറയാം. അങ്ങനെയും മക്കളുണ്ട് എന്ന് ഓർക്കുന്നതിൽ സന്തോഷം. ഹല്ലേലൂയ. ട്രീസ ചെറുപുഴ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിനും മകനും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. എൻ്റെ ഭർത്താവ് കുറച്ചുകൂടി നല്ലൊരു ജോലിക്കായി ശ്രമിക്കുന്ന സമയത്ത് ഞാൻ ചെറുപുഴയിൽ നിന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ബയോഡേറ്റ കൊടുക്കുമ്പോഴും ഇൻ്റർവ്യൂ സമയത്തുമൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടിയ ശമ്പളമാണ് ചോദിച്ചത്. എന്നാൽ ചോദിച്ചതിൻ്റെ ഇരട്ടി ശമ്പളം നൽകി ദൈവം ആ ജോലി നൽകി അനുഗ്രഹിച്ചു. അതുപോലെ കഴിഞ്ഞ ദിവസം മോന് തലവേദനയും പനിയും വന്നു. തലയൊന്ന് തലയിണയിൽ നിന്നും ഉയർത്താൻ പറ്റാത്തതുപോലെ തലവേദന കൊണ്ട് കരയാൻ തുടങ്ങി. ഇന്ന് ആവിലയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുമ്പോഴേക്കും തലവേദന നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് വേണ്ടി കരമുയർത്തുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കരമുയർത്തുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമ്മൾ കർത്താവിന് വേണ്ടി സ്വരമുയർത്തുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സ്വരമുയർത്തുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കർത്താവിന് വേണ്ടി കരമുയർത്താത്തവർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുകയില്ല? കരം ഉയർത്തുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വെളിമാനം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ അന്യമതത്തിൽപ്പെട്ട ഒരു ആൺകുട്ടിയുമായി സ്നേഹത്തിലായി. ഈ ബന്ധം തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിരുന്നു. അവൾക്ക് വിവാഹം ആലോചിച്ചപ്പോഴാണ് അവൾ ഞങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ഞങ്ങൾ അവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. വേറെ ഒരു കല്യാണം വേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ആകെ വിഷമത്തിലായി. അവൾക്ക് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛനോടെല്ലാം പറയുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു അവൾ ആ ബന്ധത്തിൽ നിന്നും പിന്മാറിക്കോളും, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്നും ഞങ്ങളോട് പറഞ്ഞു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുവാനും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ബന്ധിതനായ ഈശോയുടെ മുൻപിൽ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി 2024 ജനുവരിയിൽ അവൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും വേറെ വിവാഹം ആലോചിച്ചു കൊള്ളാനും ഞങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ 1 വർഷമായി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചു വന്നു. അവളിപ്പോൾ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ചില മക്കളൊക്കെ ചില തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് വീഴുമ്പോൾ അതൊരു കുടുംബത്തിൽ ഉള്ള എല്ലാ അംഗങ്ങൾക്കും ക്യാൻസർ വന്നതുപോലെയുള്ള ദുരവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ചത്തെ ശുശ്രൂഷകളിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ തിന്മയുടെ അരൂപി, ആ ഒരു തെറ്റായ ബന്ധത്തിൻ്റെ അരൂപി ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോവുകയും കുടുംബത്തിൽ മുഴുവൻ സമാധാനവും സന്തോഷവും നിറയുകയും ചെയ്തു. കർത്താവിനെ കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, ശുദ്ധത കവരും ദുഷ്ടരൊഴിഞ്ഞത് യേശുനാമത്തിൽ, ശുദ്ധത കവരും ദുഷ്ടരൊഴിഞ്ഞത് യേശുനാമത്തിൽ. എൻ്റെ പേര് ഷാൻഡി. ഞാൻ ചുങ്കക്കുന്നിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മോൾ ഏഞ്ചലിന് വേണ്ടിയാണ്. മോൾ കാനഡയിൽ പഠനത്തിന് പോയിരിക്കുകയാണ്. ചെന്നപ്പോൾ മുതൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി നോക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മിക്ക വ്യാഴാഴ്ചകളിലും ധ്യാനത്തിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ മോൾക്കൊരു ജോലി കിട്ടി. ഈ ജോലി ഞങ്ങൾക്ക് നേടിത്തന്ന ആവില മാതാവിനോടും അമ്മ ത്രേസ്യയോടും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വിദേശത്ത് പോയിട്ട് അനേകം മക്കൾ
ജോലി ലഭിക്കാതെ, വിസയുടെ കൺഫർമേഷൻ ഇല്ലാതെ, PR ലഭിക്കാതെ ഒക്കെ കഴിയുന്ന അനേകം മക്കളുണ്ട്. കർത്താവിൻ്റെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് വിദേശ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ തന്നെ വലിയ ദുരിതങ്ങളിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഭാവി തന്നെ ഇരുളടഞ്ഞു പോകുന്നു എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഞാൻ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ 2 കാൽമുട്ടുകളുടെയും വേദനയ്ക്ക് സൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി. ലില്ലി മാത്യു, കീഴ്പള്ളി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. മേരി എടൂർ, തലവേദന, കാൽമുട്ട് വേദന, ആവിലായിലെ അമ്മയോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ വേദനകൾ മാറിക്കിട്ടി. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് സാലി. ഞാൻ പേരാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടത് കാലിന് 9 മാസമായിട്ട് നീരും വേദനയുമായിരുന്നു. ഞാൻ ആവിലായിലെ അമ്മത്രേസ്യയ്ക്ക് സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി നീരും വേദനയും മാറിക്കിട്ടി. ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിക്കിട്ടി. എൻ്റെ മകൻ്റെ വിസയുടെ പൈസയും തിരിച്ചു കിട്ടി. അതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഭാര്യ ആവിലയിൽ വന്ന് മുട്ടയിൽ വലിയാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം മാറി. ഹല്ലേലൂയ. എൻ്റെ പേര് മേരി, എടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾ വിദേശത്ത് പോയി പഠിക്കണമെന്ന ആഗ്രഹവുമായി ഈ ദേവാലയത്തിൽ വന്ന് മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ ജനുവരിയിൽ അവൾക്ക് വിദേശത്ത് പോവുകയും ക്ലാസ്സിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വിദേശത്ത് പഠിക്കാൻ പോകാൻ വേണ്ടിയും ജോലിക്ക് പോകാൻ വേണ്ടിയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരീക്ഷകൾ എഴുതുകയും പണം കൊടുത്ത് കാത്തിരിക്കുകയും പണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കാം ഈശോ. എൻ്റെ പേര് ലീനാമ്മ. ഞാൻ നെല്ലിക്കുറ്റിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജർമ്മൻ ഭാഷ പാസ്സാകാൻ സാധിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകുന്ന കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് റോസമ്മ. ഇരിട്ടിയിൽ നിന്ന് വരുന്നു. എനിക്ക് ശ്വാസം മുട്ടലും ചുമയുമായിരുന്നു. ഈ അസുഖം മാറ്റിത്തന്നാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് അപേക്ഷിച്ച് തൊണ്ടയിൽ ഈശോയുടെ എണ്ണയും തേച്ചു. ഇപ്പോൾ എനിക്ക് സുഖമായി. ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ശ്വാസം മുട്ടലും ചുമയും വെഞ്ചരിച്ച എണ്ണ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരു രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മീതെ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:16. ഞാൻ സിസ്റ്റർ ജീൻ, സെയിൻറ്റ് ആൻസ് ഓഫ് ബാംഗ്ലൂർ കോൺഗ്രിഗേഷനിലൊരു അംഗമാണ്. എനിക്ക് കുറേ വർഷമായിട്ട് നടുവേദനയായിരുന്നു. ഞാനൊരു ടീച്ചറാണ്, സ്കൂൾ ഇൻചാർജ്. അപ്പോൾ ഒത്തിരി സമയം നിൽക്കേണ്ടി വരും. എനിക്കൊരു 5 മിനിറ്റ് പോലും നിൽക്കാൻ വയ്യായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. കഴിഞ്ഞ വർഷം ഞാൻ അമല ഹോസ്പിറ്റലിൽ ഒരു 21 വർഷം തിരുമിച്ച് കിടക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും ഒരു ഫലവും തന്നില്ല എനിക്ക്. ഞാനിങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആവിലയിലെ ഓൺലൈൻ കാണാറുണ്ടായിരുന്നു. ഞാൻ ഒറീസയിൽ നിന്നാണ് വരുന്നത്. അച്ഛൻ എൻ്റെ രൂപതയിൽ കഴിഞ്ഞ മാസം വന്നിരുന്നെങ്കിലും എനിക്കത് കൂടാൻ സാധിച്ചില്ല. ജോലി തിരക്ക് കാരണം. ഒറീസ എൻ്റെ സെയിം രൂപതയിലാണ് അച്ഛൻ വന്ന് കൺവെൻഷൻ നടത്തിയത്.
ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പം എനിക്ക് അതിയായ വേദന ഉണ്ടായിരുന്നു. എനിക്ക് എന്തോ എനിക്ക് തോന്നി അച്ഛൻ്റെ അടുത്തൊന്നും പ്രാർത്ഥിക്കണം. ഞാനിവിടെ ഒത്തിരി ഇവിടുത്തെ എല്ലാ സെറമണീസും കൂടി പ്രാർത്ഥിച്ചു ഒരുങ്ങി. പിന്നെ എനിക്ക് തീക്ഷ്ണമായിട്ടും തോന്നി അച്ഛനെ എനിക്കൊന്ന് കാണണം, ഒന്ന് പ്രാർത്ഥിക്കണം. അതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര ഒരു തീക്ഷ്ണത തോന്നിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ എനിക്ക് തോന്നി അച്ഛനൊന്ന് അച്ഛൻ്റെ ഒരു കൈവപ്പ് എനിക്ക് തീർച്ചയായിട്ടും സൗഖ്യം കിട്ടും എന്നുള്ളൊരു വിശ്വാസം. നമ്മുടെ വിശ്വാസമാണ് നമ്മളെപ്പോഴും സൗഖ്യപ്പെടുത്തുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അച്ഛൻ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ജസ്റ്റ് നീൽ ഡൗൺ ചെയ്യാൻ പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി. പിന്നെ അച്ഛൻ പറഞ്ഞു, സിസ്റ്റർ പൂർണ്ണമായിട്ട് സുഖമായിട്ടിരിക്കുന്നു, സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഞാനത് ഉറച്ച് വിശ്വസിച്ചു. എനിക്കൊരു 5 മിനിറ്റ് പോലും നിൽക്കാൻ സാധിക്കാത്ത ഞാൻ ഇപ്പോൾ എനിക്ക് മുറ്റമടിക്കാനോ റൂം അടിക്കാനോ ഒക്കെ ഒരു കുഴപ്പവുമില്ല. ഞാനത് ഇപ്പോൾ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതെനിക്ക് തീർച്ചയായിട്ടും അത് ഒരു സാക്ഷ്യം തന്നെയായിരുന്നു. അപ്പോൾ ഈശോയ്ക്ക്, ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും കോടാനുകോടി നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ആൻഡ് ഒത്തിരി മക്കൾ ഇവിടെ വന്ന് കൂടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി മക്കൾ എനിക്കറിയാം, കുറേ പേരെ എനിക്കറിയാം, വിദേശത്തും അന്യരാജ്യങ്ങളിലും. മിക്കവരും തന്നെ ഓൺലൈൻ ഈ ശുശ്രൂഷ കൂടുന്നുണ്ട്, ഓൺലൈനിലായിട്ട്. അപ്പോൾ അത് തന്നെ അവർക്കൊരു വിശ്വാസമാണ്. അതിൽ തന്നെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പം ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന മക്കൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് ഒന്നുകൂടെ ഒന്ന് വിശ്വാസം കൂടുകയാണ്. അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ ഈ ആഴ്ച ഞാൻ ഇവിടുന്ന് പോകും, എൻ്റെ സ്ഥലത്തേക്ക് പോകും, ഒറീസയ്ക്ക് പോകും. അപ്പോൾ ഇനിയും ഞാനിങ്ങനെ വന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സാക്ഷ്യപ്പെടുത്താനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിജയകരമായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവയ്ക്ക് 1000 നന്ദി. താങ്ക് യു സോ മച്ച് ഫാദർ, താങ്ക് യു സോ മച്ച്. എത്ര നാളായിട്ടുള്ള നടുവേദനയായിരുന്നു സിസ്റ്ററെ? 6 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ സിസ്റ്റർ 21 ദിവസം നമ്മൾ 21 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കാറുള്ളത്. സിസ്റ്റർ 21 ദിവസം പോയി ആശുപത്രി കിടന്ന് തിരുമിച്ചുകൊണ്ട് അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 21 ദിവസം തിരുമിയിട്ട് കിട്ടാത്തത് 21 ദിവസം ഈശോയെ എന്ന് വിളിച്ചപ്പോൾ കിട്ടി. ഹല്ലേലൂയ. അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം. എൻ്റെ പേര് അരീറ്റ. ഞാൻ ഇവന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ വന്നേക്കുന്നത്. എനിക്ക് ഇവൻ കിട്ടിക്കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലീഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് യൂറിൻ ഇൻഫെക്ഷൻ എല്ലാം വന്നു കഴിഞ്ഞ് സുഖമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഇവനെ കിട്ടൂല എന്ന് പറഞ്ഞു. ഇവന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവന് ഗ്രോത്ത് ഉണ്ട്, ശ്വാസകോശത്തിന് ഗ്രോത്ത് ഉണ്ടെന്ന് പറയുന്നു. അത് പറഞ്ഞു കിട്ടിയാൽ തന്നെ വെന്റിലേറ്ററിലായിരിക്കും കൊച്ചുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയല്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കൊച്ചിനെ ഒരു കുഴപ്പവും കൂട്ടാതെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല കിട്ടി. 9 മാസത്തിൽ ഒരു കുഴപ്പമില്ലാതെ ഹാർട്ടിൻ്റെ ഹാർട്ടെല്ലാം കറക്റ്റ് സ്ഥാനത്ത് വന്ന് ഗ്രോത്തും കുറഞ്ഞ് ഒറ്റ കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ദൈവം എനിക്ക് കൊച്ചിനെ പൂർണ്ണ സൗഖ്യത്തോടെ തന്നു. അതിന് ബന്ധുതനായ ഈശോയ്ക്കും ആവിലമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. മോളെ പേരെന്താണ്? മോളുടെ പേര്? എവിടെ വീട്? മണിപ്പാറയിലാണ് മകളുടെ വീട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതുപോലെ 3-ാം മാസത്തിൽ ബ്ലീഡിങ് ഉണ്ടായി. സ്പോട്ടിങ് അല്ല, അത്യാവശ്യം നല്ല ബ്ലീഡിങ് തന്നെ ഉണ്ടായി. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി. 5-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ സ്ഥാനം തെറ്റാണ് അല്ലേ? ഹാർട്ട് വേറെ സ്ഥലത്ത്, ഹാർട്ട് ഇരിക്കേണ്ട സ്ഥലത്തല്ല ഹാർട്ട് ഇരിക്കുന്നത്, കയറി നിൽക്കുകയാണെന്ന് പറഞ്ഞു. ശ്വാസകോശത്തിലേക്ക് തള്ളി നിൽക്കുകയാണ് ഹൃദയം എന്ന വലിയ ഒരു പ്രതിസന്ധി. കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിനെ വെന്റിലേറ്ററിലായിരിക്കും, കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുകയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛനൊരു കൊന്ത കയ്യിൽ തന്നു അല്ലേ? ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞ.
പറഞ്ഞത് ഉദരത്തിലുള്ളത് ഇതിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്. ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് 500 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. 1-2 പ്രാവശ്യമൊന്നുമല്ല, 500 പ്രാവശ്യം ചൊല്ലി ഈശോയെ എല്ലാ വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് 500 പ്രാവശ്യം അല്ല അതിൽ കൂടുതൽ ചൊല്ലിയിട്ടുണ്ടാവും അല്ലേ മോളെ? അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചു. കിട്ടില്ല എന്ന് പറഞ്ഞ കുഞ്ഞ് അപ്പോൾ 9-ാം മാസം ആയപ്പോഴേക്കും ശ്വാസകോശത്തിലേക്ക് തള്ളി നിന്ന ആ ഹൃദയമൊക്കെ അതിൻ്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് വന്നു. അവസാനത്തെ സ്കാനിങ് ഇവിടെ വന്ന് അച്ഛനെ കണ്ടുപോയതിന് ശേഷം ഒരു സ്കാനിങ് കൂടെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പായിരുന്നു ആ സ്കാനിങ് കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് പോയപ്പോൾ പറഞ്ഞു 4% കൂടുതലായിട്ടുണ്ട് ഗ്രോത്ത്. അപ്പം ഇനിയും വളരുവേ ഉള്ളൂ, കിട്ടാൻ വളരെ ചാൻസ് കുറവാന്ന് പറഞ്ഞു. അതായത് 8-ാം മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ടുമായിട്ടാണ് പിന്നെയും ഇവിടെ വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പോയി സ്കാൻ ചെയ്തപ്പോൾ, അതായത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും സ്കാനിങ് ഉണ്ടായിരുന്നു 2 ദിവസം കഴിഞ്ഞ്. അന്ന് പോയി സ്കാനിങ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാട്ടി കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് തന്നെ അതിശയം വന്നിട്ട് റിപ്പോർട്ട് തെറ്റിപ്പോയോ എന്നറിയാൻ വേണ്ടി വീണ്ടും പഴയ സ്കാനിങ്ങും കൂടെ ചേർത്ത് നോക്കിക്കഴിഞ്ഞ് സീനിയർ ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് ഡോക്ടർക്ക് ഒരു കൺഫ്യൂഷൻ വന്ന് സീനിയർ ആയവരെ കൂടെ നോക്കിച്ചതിന് ശേഷം നോക്കുമ്പോൾ ഒരു ശ്വാസകോശത്തിൽ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ലാതെ. കരമടിച്ച കർത്താവിന് പ്രിയപ്പെട്ടവരെ, 2 ദിവസത്തെ വ്യത്യാസത്തിലാണ് 2 സ്കാനിങ് റിപ്പോർട്ടുള്ളത്. ഒക്കെ ഡോക്യുമെൻ്റ് ആയിട്ട് കയ്യിലുണ്ട്. 2 ദിവസത്തെ വ്യത്യാസത്തിൽ 2 ദിവസം മുമ്പെടുത്ത റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ ഒരു തടിപ്പ് ഗ്രോത്ത് ഉണ്ട് എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ആ ഗ്രോത്ത് ഇല്ല എന്നുമുള്ള റിപ്പോർട്ട് കിട്ടാൻ കർത്താവ് ഇടവരുത്തിയ വലിയൊരു മേജർ മിറക്കിളിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഈ സഹോദരി ഇവിടെ നിൽക്കുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ, ഉണരാം ഉണരാം ഉണരാം. ഈശോയെ അച്ഛനാവണോ നമുക്ക്? എൻ്റെ പേര് ലിറ്റി. ഞാൻ പയ്യാവൂര് ഡിവൈൻ മേഴ്സി ചർച്ചയുടെ ബാംഗംഗമാണ്. എൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഇവിടെ വായിച്ചായിരുന്നു. അന്നേരം അച്ഛൻ പറഞ്ഞായിരുന്നു ആ സഹോദരി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ തിരുനാളായതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ തൊണ്ടയിൽ തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്നു. തൊണ്ടയിൽ മുഴകളുണ്ടായിരുന്നു. അതിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ 5ാമത്തെ കാറ്റഗറിയിലാണെന്നാണ് പറഞ്ഞിരുന്നത്. ഡോക്ടർ പറഞ്ഞു ഉടൻ തന്നെ അത് സർജറി ചെയ്ത് ഗ്രന്ഥി എടുത്ത് കളയണം എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഏതായാലും സർജറിക്ക് പോകുന്നതിന് മുമ്പേ ഞാനും എൻ്റെ മകനും കൂടെ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ ഉടൻ തന്നെ അച്ഛൻ്റെ വായിൽ നിന്ന് തുപ്പലെടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിലും തുപ്പൽ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഈശോയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറയുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഉടനെ തന്നെ സർജറി ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ടെസ്റ്റിന് അയച്ചു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ യാതൊരു അസുഖവും ഇല്ല, ഇനി ഒരു ചികിത്സയും വേണ്ട എന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. കരമടിച്ച് പ്രിയപ്പെട്ടവരെ, വലിയൊരു മേജർ മിറക്കിളാണ്. അതായത് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ ബയോപ്സിക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ FNAC അല്ലേ, ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോൾ 5th കാറ്റഗറിയാണ് എന്ന് പറയുകയും ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ഇത് ലിംഫ് നോയിഡ് എടുത്ത് മാറ്റിയതിന് ശേഷം കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് സർജറിക്ക് പോകുന്നതിന് മുൻപ് ഇവരിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്.
അതിന് സർജറി ചെയ്തിട്ട് വീണ്ടും അത് പരിശോധിക്കുമ്പോൾ ക്യാൻസർ ഇല്ല, 5th ഗ്രേഡും ഇല്ല, 4th ഇല്ല, 3rd ഇല്ല, 1st ഇല്ല, ഒന്നുമില്ല, വേഗം വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, തൈറോയിഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ന്യൂക്ലിയർ കീമോ ഒക്കെ ചെയ്യാറുണ്ട്. വളരെ വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റിൽ നിന്ന്, വളരെ ദുസ്സഹമായ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി സഹോദരിക്ക് ഒരു വീണ്ടും ജനനം അല്ലേ നൽകിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പിന്നെ എനിക്ക് നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ വളഞ്ഞിങ്ങനെ സൈഡിലോട്ട് ചെരിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചു. അങ്ങനെ 3 ഡോക്ടർമാരെ കാണിച്ചപ്പോഴും MRIയുടെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവർ സർജറി ചെയ്യാനാണ് പറഞ്ഞത്. ഏതായാലും സർജറി ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ്റെ റൂമിലിരുന്ന ഒരു ചാക്കരി എടുത്ത് താഴെ കുരിശടി വരെ പോയി വരാൻ പറഞ്ഞു. ഈശോ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോയി വരാനാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ 6 മാസമായി എനിക്ക് നടുവേദന, എൻ്റെ ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നടുവേദനയ്ക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞത് കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിച്ചാക്കെടുത്ത് പോയതിന് ശേഷം പിന്നെ MRI എടുത്തിട്ടില്ല അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.